ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് കാസർഗോഡ് ഭാഗത്തുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാണിക്കുന്നത്. വളരെ സിമ്പിളാണ്, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഈ ഒരു ദോശ ഉണ്ടാക്കാൻ ഞാൻ പച്ചരിയാണ് എടുത്തത്. 3 കപ്പ് പച്ചരി രാത്രി തന്നെ കുതിർത്ത് വെച്ചതാണ്. ഇത് വളരെ പെട്ടെന്ന് കുതിർന്ന് കിട്ടുന്ന അരിയാണ്. പക്ഷേ നമ്മുടെ ഈ ഒരു ദോശയ്ക്ക് നല്ല രീതിയിൽ അരഞ്ഞ് കിട്ടണമെങ്കിൽ രാത്രി തന്നെ കുതിർത്ത് വെക്കണം കേട്ടോ. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്ക് മിക്സിയിൽ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 കപ്പ് തേങ്ങയാണ് എടുത്തത്. 3 കപ്പ് പച്ചരിക്ക് 2 കപ്പ് തേങ്ങയാണ് എടുക്കുന്നത്. നമ്മൾ ഇത് നല്ലോണം തേങ്ങ ഇട്ട് അരച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ്. വേറെ കറികളൊന്നും വേണ്ടി വരില്ല. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുക കേട്ടോ. സാധാരണ അധികം ഉണ്ടാക്കുമ്പോൾ ഇതിൽ തേങ്ങ കുറച്ചാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ തേങ്ങ കൂടുതൽ ഇട്ടാലാണ് ഇതിന് ടേസ്റ്റ് കൂടുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്ക് 3 കപ്പോളം വെള്ളം ഒഴിച്ച് നമ്മൾ അരിൻ്റെ അതേ അളവിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് നല്ല ലൂസിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അരക്കുന്ന സമയത്ത് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ള വെള്ളം നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയും ലൂസിലാണ് വേണ്ടത്. ഇനി നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് ഇരുമ്പ് ചട്ടിയിലാണ്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് എണ്ണയെല്ലാം തേച്ച് റെഡിയാക്കി എടുക്കണം. എണ്ണ നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും എത്തണം. എന്നാൽ മാത്രമേ ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അത് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ നല്ല ചൂടായ ഒരു ചട്ടിയിലോട്ടാണ് ഒഴിക്കുന്നത്. ഇരുമ്പ് ചട്ടിയിലാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഇത് നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ചുടുന്ന ആൾക്കാരും ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് അതിൽ കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഇത് അറിയുന്ന ആൾക്കാരും ഉണ്ടാവും കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്തേ ഉള്ളൂ. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കണം. തുറന്ന് വെച്ചാൽ അതിൻ്റെ മുകൾ ഭാഗം വേവാത്ത പോലെ ഉണ്ടാവും. നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ. അപ്പോൾ സാധാരണ അരിപ്പൊടിയും ഉണ്ടൊക്കെ ചുടുന്ന ആൾക്കാർ ഉണ്ട്. അതിനേക്കാളും ഇങ്ങനെ ഒന്ന് അരച്ച് നമ്മൾ തേങ്ങയൊക്കെ കൂട്ടി അരച്ച് കഴിഞ്ഞാലുണ്ടല്ലോ വേറെ തന്നെ ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം. ശരിക്കും പറഞ്ഞാൽ ഇതെൻ്റെ ഉമ്മാൻ്റെ റെസിപ്പിയാണ്. ഉമ്മ ഇതുപോലെ നല്ല തേങ്ങയൊക്കെ കൂടുതൽ ഇട്ടിട്ടാണ് അധികം അരച്ചെടുക്കുന്നത്. അപ്പോൾ അധികം ആൾ കഴിക്കുന്ന സമയത്ത് ചോദിക്കാറുണ്ട് ഇതെന്താ ഇത്രയും ടേസ്റ്റ്, ഇത്ര സോഫ്റ്റ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള റെസിപ്പി ഇതാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ ഈ ഒരു റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു പേപ്പർ പോലത്തെ ഒരു ദോശയാണ്. അപ്പോൾ ഇതിൽ മുട്ടയൊന്നും ചേർക്കേണ്ടതില്ല. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന തന്നെ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ.